വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവൃത്തികളെ കൊണ്ട് അവരവർ ചെയ്തു വരുന്നതായ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതായ സ്ഥാപനം ഇതെല്ലാം നശിച്ചു പോകുന്ന പോലെ തന്നെ ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങളോ മറ്റു ദുരിതങ്ങളോ സർപ്പദുരിതങ്ങളോ മറ്റോ ആ സ്ഥാപനത്തിൽ ഉണ്ടായാൽ അദ്ദേഹത്തിന് വൈകാതെ തന്നെ അധപതനത്തിലേക്ക് പോകുക. കാരണം പ്രത്യേകിച്ച് ഹോട്ടൽ വ്യാപാരം നടത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സർപ്പത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുക. ഇത് നമ്മൾ അറിഞ്ഞിട്ട് വരുന്നതല്ല. ചില ഭാഗങ്ങളിൽ കട വയ്ക്കുമ്പോൾ നമ്മൾ ചെന്ന് കടയിലേക്ക് കയറി വാടകയ്ക്കൊക്കെ എടുക്കുന്നതായിരിക്കും. അതിനകത്ത് എന്തുണ്ടായിരുന്നു ആദ്യം, ആ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു ആരും ചിലപ്പോൾ അന്വേഷിക്കാറില്ല. അവിടെയുള്ള സൗകര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കൂ. അപ്പം അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്. അപ്പം അവിടെ ഈ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ അങ്ങനെയുള്ള വേസ്റ്റ് വെള്ളം വീഴുന്നത്, അതിപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പതുക്കെ 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 ഇട്ട് അത് മൊത്തം സ്റ്റോപ്പ് ആവുന്നൊരവസ്ഥ ഉണ്ടാകുക. അതും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അത് ബാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അനുഭവമുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പരിചയപ്പെടുത്താം. ഇത് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ചെറിയൊരു രൂപം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടച്ചിടേണ്ടി വന്നു. ആ സ്ഥാപനം നശിച്ചു, അദ്ദേഹത്തിന്റെ ബിസിനസ്സും പോയി, സാമ്പത്തികമായിട്ടൊക്കെ നശിച്ചു. അദ്ദേഹം പറയുന്നത് ഇപ്പൊ 2 വർഷമായിട്ട് ഒന്നും ഇങ്ങോട്ട് എടുക്കാനില്ല, ആ സ്ഥാപനം നിലനിർത്തി പോരണം എന്നുള്ളത് കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ലെവലുകൾ ചെയ്തിട്ട് ആ കടേനെ നിർത്തി കൊണ്ടുവരിക, അതിൻ്റെ വാടക കൊടുക്കുക, പണിക്കാർക്ക് വാടക ശമ്പളം കൊടുക്കുക. അതൊക്കെ ഇതിന്നുള്ള കച്ചവടം കൊണ്ട് കിട്ടുന്നല്ലാണ്. അതൊക്കെ പുറമൊന്ന് വേറെ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ നിലനിർത്തി കൊണ്ടുപോരുക, മറ്റുള്ള ആളുകളുടെ മുന്നിൽ തോറ്റു എന്നറിയാതിരിക്കാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ദുരിതത്തിന് വേണ്ടി പല ആളുകളുടെ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുകയോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാനിത് ഇവിടെ അല്ല നടക്കുന്നത്. അങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ആളൊരു 4 മാസമായി എന്ന് പറഞ്ഞ് 4 മാസത്തോളം എന്നെ അന്വേഷിച്ച് നടക്കുന്നു. ഇദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാൻ ചെല്ലുന്ന സമയത്ത് ഇത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ അപ്പം അത് പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശക്തമായിരിക്കുന്ന തൊഴിലിന് ബന്ധനമുണ്ട്. 10ാം ഭാവത്ത് അത് ബന്ധനമായിട്ട് കിടക്കുന്നുണ്ട് ജോലിയിൽ. അതിലുപരി ശക്തമായിരിക്കുന്ന പ്രേതങ്ങൾ, ശക്തമായിരിക്കുന്ന നാഗങ്ങളുടെയും സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആ കിട്ടിയ രാശിയിൽ തന്നെ വന്നത്. അപ്പം അത് വളരെയധികം ഉപദ്രവമാണ്. അപ്പം ഈ നാഗത്തിൻ്റെ ഇതുകൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഗുളികൻ ലഗ്നത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം നശിക്കുക, അല്ലെങ്കിൽ എല്ലാം ബന്ധനത്തിൽ വരണ എങ്ങനെ, എന്ത് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാൻ പറയുമ്പോൾ അറിയുന്നവർ, അറിയാത്തവർക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഈ ഗുണ്ടയിലൊക്കെ എന്ന് പറയും. അപ്പം അദ്ദേഹം തോറ്റു തുന്നം പാടിയിട്ടാണ് വരുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പ്രേതദോഷങ്ങളുണ്ട്, സ്ഥലപരമായി കാണിക്കുന്നതായ ദുരിതങ്ങളുണ്ട്. അതേപോലെ തന്നെ ബന്ധനങ്ങൾ, ഇദ്ദേഹം സ്ഥാപനം നടത്താൻ പാടില്ല, അവിടെ പണിക്കാർ നിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ കൊണ്ട് ശക്തമായിരിക്കുന്ന ആഭിചാരങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ അദ്ദേഹം നശിച്ചു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ എവിടെയൊന്ന് കോറി. കാരണം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പോയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കാര്യങ്ങൾക്ക് ഒരു മാറ്റമില്ല. അപ്പം എന്താണ് ചെയ്യണം എന്ന് പറഞ്ഞു. വീട്ടിലും പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്, വീട്ടിലും പ്രശ്നമാണ്, വീട്ടിലും ഭാര്യയും ഭർത്താവായിട്ട് പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ കർമ്മം ചെയ്യാന്ന് പറഞ്ഞു. കർമ്മം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവൃത്തികൾ. അത് പ്രകാരം തന്നെ ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന മറ്റ് പ്രേതബാധകളും അതേപോലെ തന്നെ ദുരിതങ്ങളും സർപ്പങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം കർമ്മം ചെയ്യാനായിട്ട് പോയി. അപ്പം അവിടെ ചെന്നിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല. കർമ്മങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഗണപതി ഹോമം കഴിഞ്ഞു സുദർശനത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അപ്പോൾ സാധാരണ ചെന്ന് കഴിഞ്ഞാൽ ദൈവങ്ങൾ ഇവിടെ കളറിന് പൽപ്പടണ പോലെ തന്നെ എൻ്റെ ദൈവങ്ങളൊക്കെ അവിടെ ശുദ്ധമാക്കിയിട്ട്, സ്ഥലം ശുദ്ധമാക്കിയിട്ട് അവിടെ അവർക്ക് നിവേദ്യങ്ങളൊക്കെ വെച്ച് വിളക്ക്, അരി, നാളികേരത്തോട് കൂടിയിട്ട് അവരെ സാന്നിധ്യപ്പെടുത്തിയിട്ട്
അവർക്കൊരു സ്ഥാനം അവിടെ കൽപ്പിക്കും. എന്നിട്ട് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരാനൊക്കെ ആയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ. ഇപ്രാവശ്യം അവിടെ പോയപ്പോൾ അങ്ങനെ ഈ കർമ്മത്തിന് അങ്ങനെ ചെയ്തില്ല. ആണെങ്കിലും അത് അച്ഛൻ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരാളെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാണാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൽ ചോദിച്ചു ഇങ്ങനെ, അച്ഛനോ വിഷ്ണുവായോ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പറഞ്ഞു ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ അച്ഛനും ഇല്ല, വിഷ്ണുവായില്ല, ആരുമില്ല. ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളല്ല കർമ്മികൾ കർമ്മം ചെയ്യുമ്പോൾ അവരുടേതായ ധർമ്മദൈവാദികളുടെ മുഴുവൻ അനുഗ്രഹം, അവരുടെ മുഴുവൻ സഹായം ഈ വ്യക്തിക്ക് ചുറ്റുണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ കാട്ടിപ്പോവുള്ളോ, അത് കാട്ടി ആ കർമ്മം ചെയ്തു, അത് കഴിഞ്ഞ് അനുഭവം ഉദ്ദേശിച്ച ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പം ഞാനത് ഇവിടെയാണ് വെച്ചെങ്കിൽ, നാട്ടിലാണ് വെച്ചെങ്കിൽ നോക്കും, വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അച്ഛനുണ്ടോ, അല്ലെങ്കിൽ ധർമ്മദൈവാദികൾക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ, എല്ലാം നല്ലതില്ലല്ലേ എന്ന് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ നോക്കില്ല. നമ്മൾ സഹായിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കാണാനോ കഴിയും. അപ്പോൾ അവൻ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനില്ല, വിഷമമായില്ല, ആരുമില്ല ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വിഷമമായി. കാരണം അവരില്ലാണ്ട് നമ്മളൊന്നുമില്ല. കാരണം അവരുടെ ധൈര്യമാണ് നമ്മുടെ കർമ്മം. ആ കർമ്മത്തിന്റെ വിജയം അവരുടെ സാന്നിധ്യമാണ്. അപ്പൊ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എവിടെയാണ് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ പുറത്താണ് നിൽക്കണമെന്ന് പറഞ്ഞു. അതായത് ഇത് ചെയ്യുന്നത് റൂമിലാണ്, അതും കഴിഞ്ഞ് മുറ്റം, അതും കഴിഞ്ഞ് റോഡ്, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് അച്ഛനെ കയറാൻ വരാത്തത് എന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ മറുപടി വന്നു, അവിടെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, അതാ കിടക്കണോടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമാണെന്ന് പറഞ്ഞു, വരാൻ പറ്റുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അപ്പൊ അവരോട് വീട്ടുകാരോട് ചോദിച്ചു, ഇങ്ങനെ ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ മോള് തീ കൊടുത്തിട്ട്, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംഗതി നിൽക്കുന്നത് ആ കഴക്കിലാണ്. നിങ്ങൾ കടക്കാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ പോകാൻ പറ്റാണ്ടോ അവിടെ കെട്ടിട്ടമാരുള്ള ഒരു നിൽപ്പാൻ നിൽക്കുന്നത്. അപ്പൊ ഇനി അച്ഛനങ്ങോട് വരണ വെച്ചാൽ ഇദ്ദേഹത്തിനെ ഇവിടേക്ക് കൊണ്ടുവരണം. ഇതിവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതായ സംഭവത്തിനെ ഇവിടെ മാറ്റണം. അപ്പൊ ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് രസമായിട്ട് തോന്നാം, അല്ലെങ്കിൽ രസം ഇല്ലാതെ തോന്നാം. ഇയാൾ പറയണത് അബദ്ധങ്ങളാണ് എന്നുള്ളത്. അപ്പൊ അതൊരു നല്ലൊരു കർമ്മി എല്ലാ കർമ്മി ഉണ്ടായിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഈ പോലെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഏതാണ്, അങ്ങനെ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് കളിയാക്കാൻ പറ്റില്ല. അവർക്ക് അത് കൂടുതൽ ഊർജം നൽകുക. അങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമ്മൾ കർമ്മം ചെയ്യണം. സുദർശനായിട്ടുള്ളൂ, ഗണപതി കഴിഞ്ഞ് സുദർശനാണ് തുടക്കമായിട്ടുള്ളൂ. അപ്പം എങ്കിലും അവിടേക്ക് എന്തെങ്കിലും ആവാഹിച്ചിട്ടാൽ വരുമോ എന്ന് നോക്കുമ്പോൾ വരില്ല. അപ്പോൾ അവിടെ പോയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിനെ. കാരണം അത് അങ്ങനത്തെ ഒരു ബന്ധിച്ച് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ എന്ത് എന്ന് പറഞ്ഞാൽ, കാരണം അദ്ദേഹം ഗൗരവത്തിലുള്ള ആളാണ്, ഭയങ്കരം എന്ന് പറഞ്ഞാൽ വീട്ടിലാകെ പ്രശ്നമാണ്. ഒരു പ്രേതം വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ മക്കളായാലും ശരി, മരണപ്പെട്ടു പോയെല്ലാം പ്രേതങ്ങൾ തന്നെയാണ്. അത് ദുരിത മരണമാണ് വെച്ചെങ്കിൽ അത് വൈകാരികമായിട്ട് അല്ലെങ്കിൽ ഉപദ്രവാരിയാവുക. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രേതങ്ങളും കൂടി വരിക. അത് വീട്ടുകാർക്ക് തടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ പോയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഇലയിൽ ആൾരൂപം വെച്ചു. ആൾരൂപത്തിൽ അരിനെല്ലും തെച്ച് പൂവൊക്കെ വെച്ചിട്ട്, തുളസി വെക്കാൻ പാടില്ല, കത്തുമ്പോൾ അങ്ങനെ പാടില്ല എന്നാണ് പറയാം. അതിൻ്റെ മീതെ അത് തീയിലിക്കിടാനും പാടില്ല, ഹോമത്തിലേക്കിടാനും, അതായത് തീയിലിക്കിടാൻ പാടില്ല. തെച്ചിപ്പൂ വെച്ച് അതുമാതിരി തിരി കത്തി വെച്ചിട്ട് നേരെ ചെന്നിട്ട് ഇദ്ദേഹം ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കാണാനില്ല കേട്ടോ, അത് കാരണം ഒരു ഭാഗ്യമാണ്. കണ്ട ഈ സാധനം വികൃതമായിട്ട് നിൽക്കുന്നത് കണ്ട് ചിലപ്പോൾ പൂജയും ചെയ്യാൻ പറ്റില്ല, ആകെ ആകും. അങ്ങനെയെങ്കിലും കൃത്യമായിട്ട് ധർമ്മദൈവങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആവാഹിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തു, ഒഴിഞ്ഞ് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി അതിലങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പം എങ്ങനെയാണ് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കാണാനില്ല. അങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ വെളുക്കിൻ്റെ അടുത്തായിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ആ സാധനം അവിടെ വെച്ചു. തിരി കത്തുന്നുണ്ട്, ആ കത്തുന്ന തിരികൂടെ കൂട്ടാൻ വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ കുട്ടിയുടെ പേരറിയാം, ആ പേരും അദ്ദേഹം പറഞ്ഞിട്ട്, ഇപ്പോൾ താങ്കളിപ്പോൾ വളരെ ദുരിതത്തിലാണ്, കാരണം മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു.
20 വർഷം കഴിഞ്ഞു. 20 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. അപ്പോൾ അത് ശരിക്കും പിശാചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ രക്ഷപ്പെടണം. ആ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് ഇനി ഇന്ന് വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ സ്വല്പം വെള്ളം ഒക്കെ ശംഖ് കൊണ്ട് തന്നെ തീർത്ഥം ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ചു, പുഷ്പമിട്ടിട്ട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ ഇരിക്കുന്ന എൻ്റെ സൈഡിൽ ചുമരാണ്. ആ ചുമരുമേ ഒരു 4-5 ഫോട്ടോകളുണ്ട്. അവർ വീട്ടുകാരുടെ ഫോട്ടോ, അച്ഛൻ്റെ അങ്ങനെയൊക്കെ. ആ ഫോട്ടോയുടെ അറ്റത്ത്, അതായത് ഞാൻ ഇരിക്കുന്ന തൊട്ടടുത്തായിട്ട് വരുന്നത് ഈ കുട്ടിയുടെ ഫോട്ടോ, വലിയ ഫോട്ടോ, ഹാഫ് സൈസ് ഫോട്ടോ തന്നെ വലുതായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും മാല ഇട്ടിട്ടുണ്ട്, മുല്ലപ്പൂവിൻ്റെ. അങ്ങനെ ഈ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ തീർത്ഥം ശംഖിന്ന് തീർത്ഥം ഒഴിച്ചിട്ട് പൂവുകൊണ്ട് 2 കയ്യിലും പുഷ്പം എടുത്തിട്ട് പ്രാർത്ഥിച്ചു. സുദർശന മന്ത്രത്തോട് കൂടിയിട്ട് തന്നെ അതിനെ അവിടെ ഇട്ടു. ആ സമയത്താണ് ഈ ഇതിൻ്റെ ചോട്ടിലേക്ക് ഒരു മാല, ഒരു ഇത്ര നീളത്തിൽ, അതായത് ഒരു 1 അടി 1.5 അടി നീളത്തിൽ ഉള്ള നല്ല കട്ട അവരുണ്ടാക്കിയിട്ടുള്ളത് മാല, അത് താഴത്തേക്ക് വീണു. താഴത്തേക്ക് വീണ് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഫോട്ടോ ആണ് ഇരിക്കുന്നത്. ഈ കുട്ടിയുടെ ഫോട്ടോ ആണ്, മരിച്ച കുട്ടിയുടെ ഫോട്ടോ ആണ് ഇരിക്കുന്നത്. അതിൽ ഈ പൂവ് മാല വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ചെയ്ത വശം ഫോട്ടോകൾ 4-5 ഉണ്ട്, എല്ലാത്തിലും പൂവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആള് അതിൽ അംഗീകരിച്ചു എന്നുള്ളതിൽ ഞാനിവിടെ ഉണ്ട്, ഇനി ഞാൻ എവിടേക്ക് പോവില്ല എന്നുള്ളതിലോ, എനിക്ക് സന്തോഷമായെന്നുള്ളതിലോ, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനാണിത് എന്നുള്ളൊരു സാന്നിധ്യം കാണിച്ചു തരുന്നതോ, ഈ മാല അങ്ങനെ ആ ഫോട്ടോത്തിൽ നമ്മൾ താഴ്ത്തിയിരുന്നു. അവിടെ ഇരുന്നു അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് സുദർശനം, അതുപോലെ യമരാജ, പ്രത്യങ്കര ഇത്യാദികളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ആവാഹിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തോട് വന്നാൽ, അപ്പോൾ ഈ വീട്ടുകാരൻ, ഈ നേരത്തെ പരിചയപ്പെടുത്തിയ കച്ചവടം ചെയ്യുന്ന ആള് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. നമ്മൾ ഈ വീടിൻ്റെ പരിസരം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കടയിലേക്ക് പോവാണ്, തിരിച്ച് കടയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പം നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് 2 സ്ഥലം കൂടുതൽ മാനസിക സംഘർഷം അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് വാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം നേരെ കടയിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവിടെ ഒന്നും കാണാനില്ല, ഒന്നാമത്തെ കടയിൽ നിന്ന് കാണാനില്ല, ഇവിടുന്ന് റോഡിലേക്കും കാണാനില്ല. ഇനി കടയുടെ അവിടെ ചെന്നപ്പോൾ മൊത്തം ഇരുട്ടാ, എനിക്ക് കടക്കാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആൾക്ക് സ്വതവ ഉണ്ടാവാറുള്ളൊരു സംഭവമാണ് അത്. എന്നാൽ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം തൊട്ട് ആൾക്കൊന്നും കാണാനില്ല, മൊത്തം ഇരുട്ടായി, വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വിധേന ആളെത്തുമ്പോഴേനും, ആളുടെ മുറ്റത്ത് എത്തുമ്പോഴേനും ആൾക്കാകെ ശരീരത്തിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഒരു പ്രത്യേക ഒരു തരിപ്പോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ചാർജ് വരാൻ തുടങ്ങി, മൊത്തം ഇരുട്ടാണ്, കാണുന്നില്ല, ആകെ ഒരു അസ്വസ്ഥതയായി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇരുന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞതും, നമുക്ക് മാറ്റം വേണം, നിങ്ങൾ ഒഴിഞ്ഞോളൂ, നിങ്ങൾക്ക് ഒഴിയ തന്നെ പറ്റുള്ളൂ, ഞങ്ങളോട് കർമ്മം ചെയ്യേണ്ടത് നിങ്ങൾ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ശരീരത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഉപദ്രവിച്ചു വരുന്നതായ സർവ്വവിധ ബാധാദോഷങ്ങളും പ്രേതദോഷങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കഴിഞ്ഞ് അവസാനം അത് വളരെ നോർമലായി. അദ്ദേഹത്തിന് വീട് കാണാം, ഈ പരിസരത്തൊന്നുമില്ല, അതേപോലെ തന്നെ കടയിലേക്ക് ചെന്ന് കയറാം എന്നുള്ളൊരു മാനസികാവസ്ഥയായി. അപ്പം ഇത് എല്ലാവർക്കും ഇങ്ങനെയാണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അങ്ങനെ അബദ്ധങ്ങൾ പറയണമെന്ന് വിചാരിക്കരുത്. അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആ റൂട്ടിലേക്കാണ് പോണത്. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത എന്ത്, അദ്ദേഹത്തിൻ്റെ പ്രയാസം എന്ത്, ആ പ്രയാസത്തിനെ നമ്മൾ നീക്കിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് വെറുതെ നമ്മൾ കുറച്ചു നേരം കർമ്മം ചെയ്ത് അതൊക്കെ നീക്കിയിട്ടു അതെന്താണെന്ന് അതുപോലല്ല. അദ്ദേഹത്തിന് എവിടെയാണ് പ്രശ്നം, അതെങ്ങനെയുണ്ട്, അത് ആദ്യം കിടക്കാൻ പറ്റിയായിരുന്നില്ല, നിൽക്കാൻ പറ്റിയായിരുന്നില്ല, ഇപ്പോൾ അതെല്ലാം മാറി വളരെ സോഫ്റ്റ്, ആൾക്കും എല്ലാം കാണാം, ഒരു പ്രശ്നവുമില്ല, വീട്ടിലേക്ക് വരാം, അവിടേക്ക് വരാം, കടയിലേക്ക് പോകാം, കയറി നടക്കാം, ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് അതിൻ്റെ ചില പ്രവർത്തികളൊക്കെ കഴിഞ്ഞ് പിന്നെ കർമ്മം ചെയ്യുക, ആവാഹിക്കുകയാണ്. ഈ ആവാഹിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞൊരു ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കായിരുന്നു.
കർമ്മങ്ങളൊക്കെ നിർത്തി ആ 1 മണി 1:30 എന്നുള്ള സമയത്ത് കർമ്മങ്ങളൊക്കെ അവിടെ ഉള്ള തുടങ്ങി വെച്ച് അവസാനിച്ചത് അങ്ങനെ അവസാനിപ്പിച്ചു, പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അങ്ങനെ പോരുക. തൊട്ടടുത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവരുടെ മകളേനെ കുറിച്ച് നേരത്തെ ചോദിച്ചപ്പോൾ മകളുടെ കാര്യം പറയാം. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ ചില ആലോചനകൾ വന്നിരുന്നു. ഈ കുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നിരുന്നു. അവർക്ക് വളരെയധികം ഇഷ്ടമായി, കുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ളതിൽ പറഞ്ഞു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെറും സ്മോളിൻ്റെ ആളാണ്, അത് പ്രത്യേകിച്ച് പണിക്കൊന്നും പോവില്ല, ഇത്തിരി വട്ടം തിരിച്ചുള്ള കേസാണ് എന്നറിഞ്ഞതുകൊണ്ട് ഇവർ ആ ബന്ധത്തിൽ നിന്ന് ഒഴിവായി. ഒരു വള ഇട്ടുണ്ടായിരുന്നു. അവരുടെ ചടങ്ങ് പ്രകാരം മോതിരം അത് ഇത് വള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ആചാരപ്രകാരം തന്നെ നാടും നാട്ടുകാരും അറിഞ്ഞിട്ട് തിരിച്ചു മേടിച്ചു, അല്ലെങ്കിൽ അവരിട്ടുണ്ടായിരുന്ന കൂലി കൊടുത്തു. അത് ഭയങ്കര ഗൗരവത്തിലാണ് കയറിപ്പോയി. ആ ഗൗരവത്തിലായി കയറിപ്പോയി. പിന്നെ ഇവരുടെ വീട്ടിലേക്ക് ഓരോ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. ഈ കുട്ടിക്കും വയ്യായിക ക്ഷീണങ്ങൾ തുടങ്ങി. ഈ കുട്ടി എല്ലാവരും മാറി നിൽക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഈ അമ്മ പറയാണ്, ഒരു ദിവസം ഇവർ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അകത്ത് നിറയെ പുകയാണ് വരുന്നത്, പുക. അപ്പോൾ ഈ പുക വരുന്നത് കൊണ്ട് അങ്ങനെ വരാനുള്ള സാഹചര്യമില്ല. അത് എന്താന്ന് നോക്കുമ്പോൾ ഈ കുട്ടി മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുക. ആൾക്ക് ഒന്നും അറിയുന്നില്ല. എന്നാൽ അത് തീ തട്ടാനോ ഓടാനോ ചാടാനോ അല്ലെങ്കിൽ ഓളിയിടാനോ ഒരു ഇതുമില്ല. വെറുതെ അങ്ങനെ ചെമരും ചാരി നിൽക്കുന്ന മാതിരൊരവസ്ഥ, സിനിമയും കണ്ടിട്ട് നിൽക്കുന്ന പോലെ. അങ്ങനെ വന്നിട്ട് ശരീരത്തിലൊക്കെ ഒരുപാട് നന്നായി കത്തി. പക്ഷെ അദ്ദേഹത്തിന് മുടി കിട്ടിയിട്ടില്ല, മുടി എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഇതായി. അങ്ങനെ ഓടി വന്ന് എല്ലാവരും കരഞ്ഞിട്ട് അമ്മ തല ചുറ്റി വീണു. ബാക്കി എല്ലാവരും വന്നിട്ട് കുട്ടീനെ പിടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഒന്നും ഈ കുട്ടിക്ക് അറിയുന്നില്ല. ഈ കുട്ടിക്ക് എന്താണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിൽ എന്താണ്, തീയാണോ കത്തണത്, വേറെ എന്താണോ ഒന്നും അറിയില്ല. ആളിങ്ങനെ മരവിച്ച മാതിരിയുള്ളൊരു ഇതായിരുന്നു. ഞാൻ ആശുപത്രി കൊണ്ട് ചെന്നു. അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ആള് ഏതാണ്ട് 90-ൻ്റെ അപ്പുറം കടന്നിട്ടുണ്ടാകുന്ന പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോഴാ സമയത്താണ് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. ഇദ്ദേഹം പറഞ്ഞു, അമ്മ എനിക്ക് ശരീരമൊക്കെ നീർന്നു, വിഷമിക്കുന്ന അമ്മ, ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്കറിയണില്ല അമ്മ, നമുക്കറിയരുത് എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ആശ്വസിപ്പിക്കണം. ഓളിട്ട് കരയാം അമ്മ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ആ കുടുംബത്തിലില്ല. അവർക്ക് സാമ്പത്തികമായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സംഭവം ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് അവർ നോക്കിയറിഞ്ഞു, ശക്തമായിരിക്കുന്ന അഭിചാര പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ശക്തമായിരിക്കുന്ന കാളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അത് വന്ന് അദ്ദേഹത്തിന് അത് കാണിച്ചു. അങ്ങനെ 4-5 ദിവസം കിടന്നതിന് ശേഷമാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇത് മനസ്സിലാകുന്നത്, ശരീരം നീറുന്നു, എരിയുന്നു, വേദന എടുക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിനൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നീടാണ് ഇങ്ങനെ അറിയുന്നത്. ഇവർ നോക്കാനൊക്കെ പോയി, എൻ്റെ മകൾക്ക് എന്തുകൊണ്ട് വന്നു ഇങ്ങനെ. അതങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് വീട്ടിൽ യാതൊരു വഴക്കോ കാര്യങ്ങളോ ഇല്ലാണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അപ്പോൾ അവർ പറഞ്ഞ ശക്തമായിരിക്കുന്ന ആഭിചാരങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ടാണ്. കാളിയാണ് അതിനൊപ്പം നിൽക്കുന്നത്. ആ കാളിയാണ് അവനെ കൊന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ആ കാളി ഇത്രയും വർഷമായിട്ട് നമ്മളിപ്പോൾ കർമ്മം ചെയ്യുന്ന ഈ സമയം വരെയായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ കാളിയിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയിട്ടില്ല. ഇതാണ് ഓരോ കർമ്മികളും മനസ്സിലാക്കേണ്ടത്, ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി, ഞാനൊരു കാര്യം പറഞ്ഞു വന്നിട്ട് നിർത്തിയിട്ട് വേറെ വിഷയത്തിലേക്ക് പോകണം. ഒരു വ്യക്തി വേറെ വ്യക്തിനെ ദ്രോഹിക്കുകയാണ് പ്രവർത്തികളെ കൊണ്ട്. ആ പ്രവർത്തികൾ ചെയ്തു അദ്ദേഹം മരിച്ചും ചിരിക്കാം. ഈ ബാധകൾ ചിലപ്പോൾ അദ്ദേഹത്തിന് വിട്ടുപോകില്ല, ആ ബോഡിയിൽ നിന്ന് വിട്ടുപോകില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും മോക്ഷം കിട്ടാൻ പറ്റാത്ത തരത്തിലായിരിക്കാം. അപ്പം അങ്ങനെ ദുരിതങ്ങൾക്ക് മീതെ ദുരിതങ്ങളൊക്കെ വന്നിട്ട് ഇവരുടെ വീട്ടിൽ പിന്നീട് നോക്കി അറിയുമ്പോഴാണ് പ്രേതദോഷമുണ്ട് എന്ന് കാണിക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല, ദുരിതങ്ങളാണ്. ആ പറയുന്ന പ്രകാരത്തെങ്കിൽ തന്നെ കർമ്മങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ആവാഹിക്കുമ്പോൾ ഈ കാളീനെ കൊണ്ട് കിട്ടുന്നില്ല.
കാളീനെ കിട്ടണില്ല. കാളീനാണ് ആദ്യം ആവാഹിച്ചത്. ആദ്യം ആ പ്രേതത്തിനെ ആവാഹിച്ച് 2-3 തവണ നോക്കും, പ്രേതം വരുന്നില്ല. അങ്ങനെ കാളീനെ ആവാഹിക്കുക. ആ കാളീനെ ആവാഹിക്കുമ്പോഴും കാളി വരുന്നില്ല. അപ്പം അതിന് മുന്നേ ആവാഹിച്ചു സർപ്പത്തിന്റെ കുഴപ്പമൊന്നുമില്ല. അത് കൃത്യമായിട്ട് രാഹു പ്രസാദിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല. രാഹു പ്രസാദിച്ചു എന്ന് പറഞ്ഞ ആള് വന്നു, യാതൊരു ഇതുമില്ല, കുഴപ്പമില്ല, മാറിയൊന്നുമില്ല. പിന്നീടാണ് ഈ പ്രേതത്തിനെ ആവാഹിക്കുന്നത്. ആ പ്രേതത്തിനെ ആവാഹിക്കുമ്പോൾ പ്രേതത്തിനെ കിട്ടണമെന്നില്ല. കാരണം ഇയാൾ 6-8 ഗുളികയിൽ നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും ആവാഹിച്ചു, 2-3 തവണ ആവാഹിച്ചു, അതൊന്നൊരു മാറ്റം വരുന്നില്ല. ഈ 6-8-12 അതൊരു മാറ്റം വരുന്നില്ല. എന്ത് ചെയ്യും? അങ്ങനെ എന്ന കാളീനെ ആവാഹിക്കാന്ന് പറഞ്ഞു. കാളീനെ ആവാഹിക്കാന്ന് പറയുമ്പോൾ അപ്പൊ ഈ വ്യക്തിയോട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന ആളോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ പ്രേതത്തിനെ നമുക്ക് കിട്ടാത്ത എന്താണെന്നൊന്ന് നോക്കി പറയൂ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ കാളിയുടെ മടിയിലാണ് ഈ കുട്ടിയിരിക്കുന്നത്. അതിനെ ബലമായിട്ട് പിടിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഇത് പ്രശ്നത്തിലാണ് നോക്കണമെന്ന് വെച്ചെങ്കിൽ അറിയില്ല കേട്ടോ. കാരണം ഇതേപോലെ അറിയില്ല. എന്തുകൊണ്ടാണ് ആവാഹിച്ചിട്ടും ഈ പ്രേതത്തിനെ നമ്മുടെ ഇതിലേക്ക് സാന്നിധ്യമാവാത്ത എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു കാളി ഉണ്ട് എന്നുള്ളത് കാണിക്കാം. ഉണ്ടെങ്കിൽ അത് കാണിക്കും, കാളിയാണ് അതിനോട് കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ കാളീനെ ആവാഹിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഈ പ്രേതത്തിനെ പിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാനും പിടിക്കാനും പറ്റില്ലല്ലോ തൽക്കാലം. അപ്പോൾ നമുക്കിതിങ്ങനെ നോക്കാനുള്ള സൗകര്യമുള്ള കാരണം അദ്ദേഹത്തിന് എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ പ്രതിക്കട അങ്ങനെ അത് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കാൻ രസമാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ ഈ കാളിയുടെ മടിയിലാണ് ഈ കുട്ടി ഇരിക്കണമെന്ന് പറഞ്ഞു. ഈ കുട്ടീനെ വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാളീനെ വായിക്കാൻ പറഞ്ഞു. കാളീനെ വായിച്ച് നമുക്ക് കാളി വരുന്നില്ല. അങ്ങനെ അതിന് 3-4 തവണ ആവാഹിച്ചു. മന്ത്രങ്ങൾ മാറ്റി ആവാഹിച്ചു. കാളീനെ പിടുത്തം കിട്ടുന്നില്ല. ആ മൊത്തം ആദ്യം എല്ലാം കൂടിയിട്ട് ഒരു ഇതിലാണ് ആവാഹിച്ചിരുന്നത്. എന്നിട്ട് ഈ കാളിക്ക് വേണ്ടിയിട്ട് ഒരു നാണയം അതേപോലെ തന്നെ രൂപമാരി നെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് തരത്തോട് കൂട്ടം മാറ്റി വെച്ചിട്ട് അതിലേക്ക് ആവാഹിക്കുന്നുണ്ട്. ഇനി കൂട്ടത്തിലേക്ക് കാളി വരില്ല, അവളിനെ ഒറ്റയ്ക്ക് ആവാഹിച്ച വന്നാലോ വെച്ചിട്ട് ആവാഹിച്ചു വരുന്നില്ല. അങ്ങനെ വീണ്ടും ചോദിക്കുക, അച്ഛനോട് ചോദിക്കുമോ. കാരണം ഇത് ഞങ്ങൾ അവരെ മുന്നിൽ വെച്ച് നാണക്കേടാവുക. ഒരു 3-4 തവണ പ്രേതത്തിനെ ആവാഹിച്ചു, യാത്രയില്ല. ഈ കാളീനെ ആവാഹിച്ചു, അതും യാതൊരു രക്ഷയില്ല. അപ്പം ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവള് അങ്ങനെയൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് നാണയത്തിലേക്ക് വരില്ല. അതിന് വലിയൊരു പ്രതിമ ഉണ്ടാക്കുക. പച്ചല വാഴയുടെ ഇല ഇട്ടിട്ട് അതിൽ പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയിലേക്ക് വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആവാഹിക്കുമെന്ന് പറഞ്ഞു. ഗുരുതിയോട് കൂടിയിട്ട് ആവാഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്കിനും അതിനെ ഉണക്കല്ലരി പഴം ഇതോടെ കൂടിയിട്ടാണ് ഉടച്ച് ചേർത്തിട്ട് അതുകൊണ്ടൊരു രൂപം ഉണ്ടാക്കി. ഒരു കാളിയുടെ വാളൊക്കെ പിടിച്ച് നിൽക്കുന്നത്, അത് കിടന്നാൽ എങ്ങനെയാവും ആ രൂപത്തിൽ ആ പ്രതിമേനെ ഉണ്ടാക്കിയിട്ട് അതിനെ വേണ്ട പൂജകളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിലേക്ക് കാളീനെ ആവാഹിക്കുക. ഈ ഗുരുതിയോട് കൂടിയിട്ട് ഈ കാളിയുടെ മന്ത്രം ചൊല്ലിയിട്ട് തന്നെ ഈ പ്രതിമയിലേക്ക് ആവാഹിക്കാൻ തുടങ്ങി. ആവാഹിച്ച് കർമ്മങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് ഇപ്പം എങ്ങനെയാന്ന് നോക്കി. ഇപ്പം എങ്ങനെയാണ് നോക്കുക പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കാളി അതിലുണ്ട്, കാളി അത് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കാളി അത് ആർത്തോട് കൂടി കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ആ ദേനെ പ്രതിമേനെ അങ്ങനെ ഈ ഗുരുതി ഉണ്ടായിരുന്ന പാത്രം കൊണ്ട് കമഴ്ത്തിയിട്ടു. എന്നിട്ട് നോക്കി. അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ചൊവ്വ 7ലേക്കാണ് പ്രസാദിച്ചു. മകരൻ രാശി, മകരല്ല കുംഭൻ രാശി 7ലേക്ക് മതി. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അത് പ്രസാദിച്ചു, കുഴപ്പമില്ല. അടുത്തത് പ്രേതത്തിനെ പിടിക്കുക. ആ പ്രേതത്തിനെ പിടിക്കുക എന്നുള്ളതിൽ ആവാഹിച്ച്, കാരണം ആളിവിടെ ഉള്ളത് തന്നെയാണ്, എങ്കിലും ആവാഹിച്ച് അതൊന്ന് സാന്നിധ്യപ്പെടുത്തിയ വശം ആ വീട്ടിലത്തെ ഒരു കുട്ടി അങ്ങോട്ട് അറിയാൻ തുടങ്ങി. ആളുടെ ശരീരത്തിലേക്ക് പ്രേതം ഇത് ആളുടെ ശരീരത്തിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞു, ആളിങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട്, എന്നാൽ ഒരു കരയാൻ ഒരു ഇതില്ലാത്ത പോലെ, നല്ല പവറിലല്ല, ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ള ഒരാൾ കരയുമ്പോൾ എങ്ങനെ
അങ്ങനെ പറഞ്ഞു, സ്വാമി സ്വാമി, അതായത് ആ കുട്ടിയുടെ വിഷമം പറയുന്ന ഒരു ഇത് പറയുകയാണ് എന്നോട്. എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടല്ല സ്വാമി, എനിക്ക് എന്തോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ അമ്മയും അച്ഛനൊക്കെ പാവാണ്, ഞാനന്ന് ഇങ്ങനെ എൻ്റെ പ്രായം ഇതാണ്, എനിക്കങ്ങനെ തോന്നി, എൻ്റെ അടുത്ത് എൻ്റെ ആരും പറയുന്ന മാതിരി തോന്നി, മണ്ണെണ്ണ ഒഴുക്കി തീ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് സ്വാമി, അതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടല്ല സ്വാമി, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല, ഞാൻ രക്ഷപ്പെടാണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ദുരിതങ്ങളാണ് സ്വാമി, അതുകൊണ്ട് നന്ദിയുണ്ട് സ്വാമി, എന്നെ രക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് നന്ദിയുണ്ട് സ്വാമി എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ എന്നോട് പറയാനായിട്ട് തുടങ്ങി. അതായത് നമ്മൾ ആവാഹിക്കുന്നതായ പ്രേത സാന്നിധ്യം ഏതാണോ, ആത്മാവ് ഏതാണോ, അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നിട്ട് പറയുന്നത്. അപ്പം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഇത്ര വർഷം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള നിങ്ങളുടെ മകള്, ആ മകളുടെ സാന്നിധ്യമാണ് ഈ കുട്ടിയിൽ കൂടി നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചോ, പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഒരു മരണപ്പെട്ടിരിക്കുന്ന ഒരു മരണപ്പെട്ട പ്രേതം തന്നെയുള്ളൂ, അത് ഉപദ്രവകാരിയായിട്ട് നിൽക്കുമ്പോൾ അതിനെ നമ്മൾ തളയ്ക്കാൻ നോക്കണം. ഉപദ്രവകാരിയായി തളയ്ക്കാന്ന് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിനെ വൈകാരികമായിട്ട് അതിനെ ഉപദ്രവിക്കും മറ്റോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾ നമുക്ക് പിടുത്തം തരാതെ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതൊരു വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് കയറിയിട്ടുള്ളത് വെച്ചെങ്കിൽ ആ വീട്ടുകാരാണ് അതിനെ നശിപ്പിച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ അവളിൽ കൂടി എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ല, ഈ പ്രേതം ഈ ശരീരത്തിൽ നിന്ന് മാറണമെങ്കിൽ അതിൻ്റെ ദുരിതം എന്തായിരുന്നു, അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് അത് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറയാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ വിഷമം നമ്മളോട് പങ്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ വിഷമങ്ങൾ മനസ്സിൽ നിന്ന് മാറിപ്പോകും. വൈകാതെ നമ്മൾ സാധാരണ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ സംസാരിക്കുന്ന പോലെ ആ നെഞ്ചിൽ നിറഞ്ഞിരിക്കുന്ന വിഷമം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ പോലത്തെ ഒരു ഇതിലേക്ക് വരിക. മനുഷ്യനാവുന്നല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം എൻ്റെ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്കോ കർമ്മത്തിലേക്കോ പകർത്താനായിട്ട് നോക്കുക. കുറച്ച് നല്ല അറിവുകളുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്താൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് വിജയിക്കട്ടെ. എൻ്റെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.